വേണ്ടേ? ആ ഇങ്ങനത്തെ ഹലോ ഹലോ റിക്കി, അത് ഇൻവിറ്റേഷൻ കൊടുത്തത് നീ, പാർട്ടി കൊടുക്കുന്നത് ഈ ഞാൻ. വാ 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 വാ. വെൽക്കം റിക്കി, വെൽക്കം. എന്തായാലും ഒരു രക്ഷയില്ല. നിന്റെ കളി വേറെ ലെവലാ. വന്ന വരവും കളിച്ച കളികളും. എന്തിന് എന്നെ തോൽപ്പിച്ചതും എങ്ങനെയാ? ഇംപ്രസീവ്, വെരി ഇംപ്രസീവ്. എടാ, ഈ കളി തുടങ്ങി വെച്ചത് നീയാ, പക്ഷെ അവസാനിപ്പിക്കുന്നത് ഞാൻ. കളി കഴിഞ്ഞാലിപ്പോ എന്താ? പുതിയ കളി നമുക്ക് തുടങ്ങാലോ. This is my sketch and I have designed it. ഹലോ വിൽസൺ, നിങ്ങൾ അയച്ച ഫിംഗർ പ്രിന്റ്സ് ഞാൻ ചെക്ക് ചെയ്തു. സംതിങ് വെന്റ് റോങ് ഹിയർ. എനിക്ക് അയച്ചെന്ന ഫിംഗർ പ്രിന്റ്സ് ഒന്നല്ല, അത് രണ്ടും വേറെ വേറെ തന്നെയാ. അക്കോർഡിംഗ് ടു റിസർച്ച്, 64 ബില്യൺ ആളുകൾക്കിടയിൽ 2 ഫിംഗർ പ്രിന്റ്സ് മാത്രം ഒരേപോലെയാകാനുള്ള സാധ്യതയുണ്ട്. അതും ട്വിൻസസ് ആയിരിക്കാനാണ് സാധ്യത. This might be your sketch, but I have redesigned it, boss.
കണ്ണില് കാണുന്നതൊന്നും സത്യമൊന്നുമല്ല. ഇവിടെ യാതൊന്നിനും തീരുമാനവുമില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോശം കാര്യങ്ങൾ ആരും അറിയാൻ പാടില്ല. പക്ഷെ സർവവും കാണുന്ന ഈശ്വരനോട് നിങ്ങൾക്കൊന്നും വിളിക്കാനാവില്ല. നിങ്ങൾക്ക് സ്വന്തമായൊരു നാടില്ലേ? അവിടെ നിങ്ങളെ കാത്തൊരു ശക്തി ഇരിപ്പുണ്ടെന്നറിയില്ലേ? നിങ്ങളങ്ങോട്ട് പോവില്ലേ? തീർച്ചയായിട്ടും പോവും അങ്ങോട്ട്. ചുറ്റിത്തിരിഞ്ഞ് അവിടെ എത്തും നീയൊക്കെ. നീയൊക്കെ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതൊന്നുമല്ല യഥാർത്ഥ കളി. ഞാൻ കാട്ടിത്തരാം യഥാർത്ഥ കളി എന്താന്ന്. ചിലപ്പോൾ ചിന്തി രാഹുൽ, നീ അന്ന് വിൽസന്റെ ലാപ്ടോപ്പിൽ കണ്ടതും അതിനുശേഷം ജോഗ്രഫിക്കലി ഇതിനെക്കുറിച്ച് ഞാൻ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തപ്പോഴും ഇത് രണ്ടും ഒരേ നാട് തന്നെ. ഇത് പശ്ചിമദിക്കിൽ നിന്നും ഏകദേശം 550 കിലോമീറ്റർ അപ്പുറയുള്ള സുന്ദരമായ ഒരു നാട് തന്നെയാണ്. പേര് പാണ്ഡവപുരം. ഹലോ, ഞാൻ ദേ ഇവിടെ ഉണ്ട് ട്ടാ. എടോ, താൻ ആരോടോ? കുറച്ച് മാറിയൊന്നെങ്കിൽ ചത്തേനല്ലോ. നിങ്ങളുടെ ഈ കാറിൽ എന്നെ പാണ്ഡവപുരം വരെ ഒന്ന് ആക്കി തരാവോ? എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. താൻ വണ്ടിക്ക് കൈ കാണിച്ച അവസാനം വണ്ടി തന്നെ നെഞ്ചത്തോടെ കയറി പോയാനല്ലോ. ഞങ്ങളെ പോലെ പാവങ്ങളൊന്ന് സഹായിച്ച സാറിന് വലിയ പുണ്യം കിട്ടും. എന്റെ പൊന്നിയേട്ടാ, ഉള്ള പുണ്യങ്ങൾ തന്നെ ധാരാളമാ. വന്ന് കയറാൻ നോക്ക്, വേഗം ആവട്ടെ. ദേ വരുന്നേ. എടോ, തന്റെ കയ്യിൽ സൈക്കിളിന്റെ ആയിട്ടാണോ താൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. രാത്രി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. വാ, വേഗം പോവാം. ഒന്ന് കേട്ടിട്ട്. കേറിയ ആ, റൈറ്റ് റൈറ്റ്. അതെ ഏട്ടാ, ഇത് ഈ നാട്ടിൽ കൂടെ പോകുന്ന ബസ്സാന്ന് വിചാരിച്ച. അയ്യോ, ഇതെന്താ പ്രേതമാണോ? ആ, ബെസ്റ്റ്. കിടന്ന് കാലാതെ ഏട്ടാ, പ്രേതവും ഭൂതമൊന്നും അല്ല. ഇതെന്റെ ബ്രദറാ, റിക്കി. ഓ, നിങ്ങളെ കാണാൻ നല്ല രസമാണല്ലോ. ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് വരിക. നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയില്ല. ഇവിടെ 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാണ്ഡവപുരത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു പ്രേത വീടുണ്ട്. അവിടെ ആകെ പ്രശ്നങ്ങളൊക്കെയാ. അതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ആരും ആ വഴിക്ക് പോവില്ല. ഇവിടെ നിൽക്കാൻ തന്നെ എനിക്ക് എന്ത് പേടിയായെന്നറിയോ? ആരെങ്കിലും ഒന്ന് ഈ വഴിക്ക് വന്നാൽ മതിയെന്നായിരുന്നു എനിക്ക്. കറക്റ്റ് ടൈമിലാണ് നിങ്ങൾ വന്നേ. എനിക്ക് ഞങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ. ഈ ജൗക്കിയുടെ ഒരു കാര്യം. എന്താന്ന്? ജൗക്കിയോ എന്ന് പറഞ്ഞാ എന്താ? ആ, ജൗക്കി എന്ന് പറയുന്നൊരു കിളിയുണ്ട് ഇവിടെ. അത് ചെലച്ചു കഴിഞ്ഞാൽ മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്നാ പറയാറ്. കഥ പറച്ചിലൊക്കെ നന്നായിട്ടുണ്ട്. അല്ല, താനാരാന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാൻ സമയമുണ്ടല്ലോ. നമുക്കാദ്യം ഇവിടെ നിന്ന് പോവാം. എന്റെ പേര് മന്മഥൻ എന്നാ. എന്റെ നാട്ടിൽ ഒരേ ഒരു പോസ്റ്റ്മാൻ. മന്മഥൻ. വരുന്നവരുടെയും പോണവരുടെയൊക്കെ നെഞ്ചത്തേക്ക് അമ്പയ്യാൻ നിൽക്കണം.